ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേരെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. നമ്മുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാട്ടോ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള വേറെ ആരെങ്കിലൊക്കെ ആവാം. അവർ നമ്മുടെ വർത്താനത്തെ വെറും മുൻവിധിയോടെ ആയിരിക്കും കാണുക. ഇതിലിപ്പോ എന്താ കാര്യമുള്ളത്, പറയാൻ പോകുന്നത് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ഇതത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്ന രീതിയിൽ നമ്മുടെ വർത്താനത്തെ വളരെ 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 വില കുറച്ച് കാണും. പക്ഷേ ഇതിലൊരു ഫണ്ണി ഫാക്ട് എന്താ വെച്ചാല്, നമ്മൾ ഈ പറയുന്ന വർത്താനം തന്നെ വേറെ ഒരാള് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു അഡ്വൈസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. ഇതിങ്ങനെയല്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ചെടി നടുമ്പോൾ നമ്മൾ ഒരു പറയാണ്, ചെടി നടുമ്പോൾ കുറച്ച് എന്താ പറയുക, വളമൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം നടാൻ എന്ന് പറയുമ്പോൾ, വേണ്ട, ചെടി നടുമ്പോൾ വളം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് കുറച്ചൊന്ന് വലുതായിട്ട് നമുക്ക് വളം മിക്സ് ചെയ്യാം എന്നാണ് അയാളുടെ ആംഗിൾ. അപ്പൊ നമ്മൾ പറയുന്നത് അത്ര ശരിയല്ല എന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നതല്ല റൈറ്റ്. ചെടി ഒന്ന് വളർന്ന ശേഷം വളം കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് അവരുടെ മനസ്സിലുള്ളതെങ്കിൽ, ഇതേ കാര്യം വേറൊരു വ്യക്തി വന്ന് പറയാണ്, കുറച്ച് വളവും കൂടി ചേർത്തിട്ട് ചെടി നടു നന്നായി വളരും എന്ന് പറയുമ്പോൾ അവരത് ഓ ശരി ശരി ചെയ്യാം എന്ന് പറയും. രണ്ടും തമ്മിൽ ഒരേ കൺവെർസേഷൻ ആയിരിക്കും, പക്ഷെ രണ്ട് ആൾക്കാർ പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മാറ്റേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ കാര്യമായിട്ട് ഒരു കാര്യം അവരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങളെ എടുക്കാൻ പോകുന്നത് നിങ്ങളെ വില കുറച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും അറിയില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലോ ആയിരിക്കും അവരെടുക്കാൻ പോകുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ മുൻപിലോട്ട് നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള പോയിന്റ്സ്, നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് പറയുന്ന ഒരു കാര്യം പറയാതിരിക്കുന്നതല്ലേ ഏറ്റവും ഉചിതമായ കാര്യം എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും എല്ലാവരോടും നിങ്ങൾ എന്നെ മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തിട്ട് ഒരാളെ നമ്മളുടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ, നിങ്ങളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ പോയിന്റ് ആണെങ്കിലും ആ പോയിന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സപ്പോസ് നിങ്ങൾക്ക് അങ്ങനെ ഒരാളില്ല നിങ്ങളുടെ ചുറ്റുമെങ്കിൽ, അത്ര വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നന്നാവും എന്ന് ചിന്തിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. ഡേ ടു ഡേ ലൈഫിൽ വരുന്ന കാര്യങ്ങളല്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ്സോ അവരുടെ നീഡ്സോ അല്ലാതെ നിങ്ങൾ ഒരു വാല്യുബിൾ പോയിന്റ്സ് വേറൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക. ഒരു സമയത്ത് ഈ കൂടി നിൽക്കുന്ന നിങ്ങളുടെ പോയിന്റ്സ് വാല്യുബിൾ ആവാത്ത ആ പേഴ്സൺ തന്നെ നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു വരും, തീർച്ചയാണ്. കാരണം എല്ലാപ്പോഴും എല്ലാവർക്കും എല്ലാവരും സ്ഥായിയായിട്ട് ഉണ്ടാവണം എന്നില്ല, നിങ്ങൾക്കാണെങ്കിലും അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോണ്ട് വറി, നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ പോയിന്റ്സ് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. മറ്റുള്ളവരെ ചിന്തിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ബോദർ ചെയ്യുന്നതും ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കുറച്ച് മീ ടൈംസ് ഒക്കെ നമുക്കും ആവശ്യമാണ്. അപ്പോൾ പിന്നെ കാണാം. ബൈ.